നമസ്തേ. കൃഷ്ണ ഗുരുവായൂരപ്പ. ഗുരുവായൂരപ്പനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഒരു ദിവസം ഒരു നേരം ഗുരുവായൂരപ്പ നിൻ തിരുനടയിൽ എത്തുവാൻ ഭാഗ്യം വേണം. അകതാരിൽ തിരുമുഖം കണ്ടു കൊണ്ട വിരാമം തിരുനാമം ചൊല്ലാനും ഭാഗ്യം വേണം. ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഇങ്ങനെ ചൊല്ലി ചൊല്ലി അവസാനത്തെ ഒരു മനസ്സിലൊരാഗ്രഹമാണ്, കൃഷ്ണ ഗുരുവായൂരപ്പ ആ താമരക്കണ്ണനെ കൂടി ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന്. അങ്ങനെ താമരക്കണ്ണനെ തേടിപ്പോയ ഒരു അമ്മയുടെ അനുഭവമാണ് ഞാനിവിടെ പറയുന്നത്. എന്നെപ്പോലെ പ്രായമായ ഒരമ്മ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി അവിടെ ഗുരുവായൂരപ്പനെ കണ്ടു. 2 ദിവസം അവിടെ താമസിച്ച് അവിടുത്തെ എല്ലാ പൂജകളും തൊഴുത് സന്തോഷമായി യാത്ര പോരുവാനായി പോയ അമ്മ. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ചരിത്രം എല്ലാം അമ്മയ്ക്ക് അറിയാം, അവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയാം. കാരണം എല്ലാ പൂജകളും തൊഴുന്ന എല്ലാം ഗുരുവായൂരപ്പനെ കുറിച്ചൊക്കെ അറിയുന്ന അമ്മ അങ്ങനെ തൊഴാനായിട്ട് തൊഴുതെല്ലാം കഴിഞ്ഞ് പോവുകയാണ്. അപ്പം അമ്മയുടെ മനസ്സിലൊരു വല്ലാത്ത ആഗ്രഹമുണ്ട്. കാരണം ഗുരുവായൂർ ചരിത്രം മുഴുവൻ അറിയുന്ന അമ്മയാണ്. അപ്പോൾ വില്വമംഗല സ്വാമിയാർ അദ്ദേഹത്തിന് ഭഗവാനെ ഏത് രൂപത്തിൽ പ്രാർത്ഥിച്ചാലും അല്ലെങ്കിൽ അദ്ദേഹം മനസ്സിൽ സങ്കല്പിക്കുന്ന രീതിയിൽ ഗുരുവായൂരപ്പൻ പ്രത്യക്ഷപ്പെടുകയും അവർ തമ്മിൽ ഇങ്ങനെ സംഭാഷണങ്ങൾ നടത്തുകയും ചെയ്യുമെന്ന് ഈ അമ്മയും കേട്ടിട്ടുണ്ട്, നമുക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ. അങ്ങനെ ഈ വില്വമംഗല സ്വാമിയാർ ഭഗവാനെ താമരക്കണ്ണനായി കണ്ട ആ രൂപം, ആ ഭാവം അമ്മയ്ക്കറിയാം. അപ്പോൾ അമ്മ ഇങ്ങനെ ഗുരുവായൂർ ഇത്തവണ എന്തായാലും താമരക്കണ്ണനെ കൂടെ കണ്ടിട്ട് വേണം പോരാൻ എന്ന് വിചാരിച്ചു ആണ് അമ്മ ഇത്തവണ. പല പ്രാവശ്യം വന്നിട്ട് അമ്മയ്ക്ക് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്രാവശ്യം എന്തായാലും താമരക്കണ്ണനെ കൂടി കണ്ടിട്ട് വേണം എനിക്ക് പോരാന്ന് വിചാരിച്ച് അങ്ങനെ 2 ദിവസവും അവിടെ തൊഴിലൊക്കെ കഴിഞ്ഞു. പക്ഷേ ഓരോ പ്രാവശ്യവും കയറുമ്പോൾ ഗുരുവായൂർ അറിയാലോ, തിരക്ക് കൂടുന്നതല്ലാതെ കുറയില്ല. തിരക്ക് കഴിഞ്ഞ് ദർശനം കഴിഞ്ഞ് പുറത്തു കിടക്കും, കാണാൻ പറ്റിയില്ല. അങ്ങനെ അവസാനത്തെ സമയവും അവസാനത്തെ പൂജയും തൊഴുതിട്ട് അമ്മ ഇറങ്ങാൻ തുടങ്ങുകയാണ്. അപ്പം അമ്മയുടെ മനസ്സിലൊരു വല്ലാത്ത വിഷമം, ഗുരുവായൂരപ്പൻ്റെ ആ താമരക്കണ്ണൻ്റെ രൂപം ഉണ്ട് ഇവിടെ, എനിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വിചാരിക്കുകയും അപ്പം ഇങ്ങനെ മനസ്സിലിങ്ങനെ വെളിത്തോണയും കാണാതെ ഞാൻ തിരിച്ചു പോകേണ്ടി വരുമല്ലോ കണ്ണ, എന്നെ ഒന്ന് അവിടുത്തെ ആ രൂപം എവിടെയാണെന്ന് ഒന്ന് കാണിച്ചു തരുമോ എന്നിങ്ങനെ ആ അമ്മ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചപ്പോൾ വില്വമംഗല സ്വാമിയാർക്ക് ദർശനം കൊടുത്തതുപോലെ തന്നെ പെട്ടെന്ന് ഇങ്ങനെ ശിവലിക്ക് എഴുന്നള്ളിക്കാനായി എല്ലാവരും പുറത്തേക്ക് കിടക്കൂ എന്ന് പറഞ്ഞ് എല്ലാവരും ഈ അമ്മയെയും പുറത്തേക്ക് ഇറക്കുകയാണ്. അപ്പോൾ അവിടെ എല്ലാവരും ഇങ്ങനെ പുറത്തേക്ക് ഇറക്കുന്നതിനിടയിൽ ഒരു കുട്ടി ഓടി വന്നു. അപ്പം ഈ അമ്മയുടെ അടുത്തൊരു വനിതാ ജീവനക്കാരിയാണ്. അപ്പം എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. പക്ഷെ അതിനൊന്നും സമയമില്ല, കിടക്കും അമ്മ, പുറത്തേക്ക് പോകൂ എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു വൃദ്ധനായ ഒരു വൃദ്ധ ദമ്പതികളുടെ കൂടെ ഒരു ഉണ്ണി, ഒരു കസവുമുണ്ടൊക്കെ എടുത്ത് മണിമാലയൊക്കെ ചാർത്തിയിട്ടൊരു നിറത്തിലുള്ളൊരു കുട്ടി ഓടി വന്നിട്ട് ഇങ്ങനെ അതിലെ തന്നെ പോകണമെന്ന് വാശി പിടിക്കണം. അവരുടെ കൂടെ, ആ വൃദ്ധ ദമ്പതികളുടെ കൂടെ ഉള്ളതാണ് ഈ കുട്ടി. അപ്പോൾ എനിക്ക് മണിക്കിണറിൻ്റെ അടുത്തുകൂടി പോകണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. അങ്ങനെ അവസാനം ആ മണിക്കിണറിൻ്റെ അടുത്തുള്ള ആ വഴി തുറക്കുകയാണ്. അങ്ങനെ ഒരു ഇടനാഴി ഒരു വഴിയാണ്, അത് തുറക്കുകയും കുട്ടി ദാ താമരക്കണ്ണൻ എന്ന് ഇങ്ങനെ പറയുന്നു. താമരക്കണ്ണ എന്ന് പറഞ്ഞ് അപ്പോൾ ഈ അമ്മ താമരക്കണ്ണനെ നോക്കി. അപ്പോൾ 2 തൂണുകൾക്കിടയിലായിട്ട് പോയ ആ സ്ഥലം കാണുകയാണ്. അവിടെ ഭഗവാന്റെ ആ ചിത്രം പതിഞ്ഞിട്ടുണ്ട്, താമരയിൽ ഇരിക്കുന്ന ഭഗവാന്റെ ചിത്രം കണ്ട് അമ്മ അപ്പോഴേക്കും അമ്മ ഓടി ചെന്ന് ആ കുട്ടിയും കൂടി വാരി എടുത്തിട്ട് ഇങ്ങനെ അമ്മയുടെ ആ ഒരു സ്നേഹവാത്സല്യങ്ങൾ കണ്ണാ അവിടുന്ന് തന്നെയാണ് എന്ന് പറഞ്ഞിങ്ങനെ വാരി എടുത്ത് അമ്മയുടെ സ്നേഹങ്ങൾ മുഴുവൻ പങ്കുവച്ചു കഴിഞ്ഞു. പിന്നെ നോക്കുമ്പോൾ അവിടെ ആ പുണ്യമില്ല, ആ
അമ്മ പുറത്തേക്ക് നോക്കി, ഇതെല്ലാം എൻ്റെ സ്വപ്നമായിരുന്നോ എൻ്റെ മോഹമായിരുന്നോ എന്നറിയില്ല. എന്തായാലും അമ്മയ്ക്ക് താമരക്കണ്ണനെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതൊരു വലിയ അനുഭവമാണ്. അപ്പോൾ വില്ലുമംഗലം സ്വാമിയാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് രാത്രിയിൽ ഇന്ന് ഭഗവാനെ ഈ രൂപത്തിൽ കാണണമെന്ന് മനസ്സിൽ സങ്കല്പിക്കുമ്പോൾ തന്നെ ഭഗവാൻ വരും. ഒരു ദിവസം ഭഗവാൻ സങ്കല്പിച്ച രൂപമാണ് താമരപ്പൂവിൽ ഇരുന്നു കൊണ്ട് വെണ്ണ വാരി കഴിക്കുന്ന ഉണ്ണിയുടെ രൂപമാണ് ഭഗവാന് തോന്നിയത്, സ്വാമിയാർക്ക് തോന്നിയത്. അങ്ങനെ ഇങ്ങനെ മനസ്സിൽ തോന്നുകയും അപ്പോൾ തന്നെ ഒരു ഉണ്ണി ഓടി വന്ന് താമരക്കണ്ണ എന്ന് ഈ സ്വാമിയാർ വിളിച്ചു. ഉടനെ കണ്ണൻ ഓടി വരികയും ഇവർ രണ്ടുപേരും കൂടി കുറച്ച് നേരം ഓടിക്കളിക്കുകയൊക്കെ ഉണ്ടായി. അങ്ങനെ ഓടിക്കളിച്ച് സ്വാമിയാരും കുട്ടിയും ഇങ്ങനെ കളിച്ച് പെട്ടെന്ന് മേൽശാന്തി വരികയാണ്. കാരണം നിർമാല്യത്തിന് സമയമായി. മേൽശാന്തി വന്ന് നട തുറക്കും എന്നായപ്പോൾ ഈ ഉണ്ണിക്ക് കടക്കാൻ വഴിയില്ല. ഉണ്ണിക്ക് കടക്കണമല്ലോ. അപ്പോൾ എന്തു ചെയ്യും? പെട്ടെന്ന് കിണറിനടുത്തുകൂടെയുള്ള ആ ചുമരിൽ കൂടി ഇങ്ങനെ നൂണ്ട് കയറി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ മേൽശാന്തി കാണാതെ നൂണ്ട് കയറിയ ആ സ്ഥലം, മണിക്കിണറിനടുത്ത് 2 തൂണുകൾക്കിടയിലൂടെ നൂണ്ട് കയറിയ സ്ഥലത്ത് ഒരു അടയാളം ഉണ്ടായി. സ്വാമിയാരുടെ മനസ്സിൽ അതിങ്ങനെ പതിഞ്ഞു. പിറ്റേ ദിവസം പുലർച്ചെ രാവിലെ സ്വാമി ചെന്ന് അവിടെ താമരയിതളിൽ ഭഗവാൻ ഇരിക്കുന്ന ആ ഉണ്ണിക്കണ്ണൻ്റെ ചിത്രം അവിടെ വരച്ചു എന്നാണ് പറയുന്നത്. അതായത് ഭഗവാൻ പോയ അവിടെ തന്നെ പതിപ്പിച്ചു പോയ ആ ഭിത്തിയിൽ ഭഗവാൻ അത് പതിച്ചു എന്നാണ് പറയുന്നത്. സ്വാമിയാർ അതിന് പൂർണ്ണ രൂപമൊക്കെ കൊടുത്തു. ഇന്നും എല്ലാവരും ക്ഷേത്രത്തിൽ പോകുന്ന, ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്ന, അറിയുന്ന, ഈ താമരക്കണ്ണൻ്റെ കഥ അറിയുന്ന എല്ലാവരും താമരക്കണ്ണനെ കൂടി ഒന്ന് കണ്ട് തൊഴുത് പോരുവാനായി ആഗ്രഹിക്കാറുണ്ട്. എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ സാധിച്ചു കൊടുക്കാറില്ല. ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഒന്ന് പോയപ്പോഴാണ് സത്യത്തിൽ എല്ലാ മാസവും എന്നൊക്കെ പറഞ്ഞ പോലെ ഗുരുവായൂർ പോയിക്കൊണ്ടിരുന്നതാണ്. അന്നൊന്നും ഇങ്ങനെ കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഈ അടുത്ത ദിവസം അമ്മയ്ക്കുള്ളതുപോലെ അനുഭവങ്ങളൊന്നുമില്ലെങ്കിലും താമരക്കണ്ണൻ്റെ ചിത്രം കണ്ട് നിർവൃതിയോടെ ദർശനം നടത്താൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ പുണ്യം തന്നെയാണ്. ഏതൊരു ക്ഷേത്രത്തിൽ പോകുമ്പോഴും ആ ക്ഷേത്രത്തെക്കുറിച്ചും ആ ക്ഷേത്ര ചൈതന്യത്തെക്കുറിച്ചും അവിടെ എങ്ങനെയൊക്കെ തൊഴണം, എന്തൊക്കെ രീതികളുണ്ടെന്നൊന്ന് അറിഞ്ഞിരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നമ്മുടെ മനസ്സിൽ ആ താമരക്കണ്ണൻ്റെ രൂപവും അകത്തുള്ള ഉണ്ണിക്കണ്ണൻ്റെ രൂപവും എല്ലാം ഇപ്പോഴും മാറാതെ നിൽക്കുന്നു. അവിടുന്ന് തൊഴുതിറങ്ങുമ്പോൾ ഇടത്തുവശത്തായിരിക്കുന്ന ആ അമ്മയെ കാണുമ്പോൾ നമുക്ക് അറിയാം ദേവീക്ഷേത്രമായിരുന്നു. ദേവി ഭഗവാൻ വരുന്നതറിഞ്ഞ് ഇടത്തോട്ട് മാറിയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ദേവിയെയും തൊഴുത്, ശരിക്കും ദേവിയെയും തൊഴുത് ശാസ്താവിനെയും തൊഴുതിട്ടാണ് അകത്തേക്ക് കിടക്കേണ്ടത്. പക്ഷേ സാഹചര്യങ്ങൾ നേരെ നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് തന്നെ നമ്മളെ നേരെ തിരിച്ച് അകത്തേക്ക് കയറ്റിവിടുകയാണ്. എന്തായാലും ഗുരുവായൂരിലും ഓരോ മണൽത്തെരിയിലും ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. അതനുഭവിച്ചറിയുന്നവർക്കറിയാവൂ. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ. ഇനി ഗുരുവായൂർ പോകുമ്പോൾ താമരക്കണ്ണൻ്റെ ആ ചിത്രം കാണാൻ, നിർവൃതി അടയാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഇതൊരു നല്ല അനുഭവമായി തീരട്ടെ. ഭഗവാന്റെ അനുഗ്രഹം എത്ര കിട്ടിയാലും മതിയാവില്ലല്ലോ. എല്ലാം നൽകുന്ന, ചോദിക്കുന്നത് എന്തും നൽകുന്ന ഭഗവാനെ ഓർത്തുകൊണ്ട്, ഭഗവാനെ സ്മരിച്ചുകൊണ്ട്, ഭഗവാന്റെ മുമ്പിൽ പ്രണമിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.